നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് മസാല എന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പല ടൈപ്പ് നെമ്മീൻ വെച്ചിട്ട് കരിമീൻ വെച്ചിട്ട് ചെയ്യാം. ഞാനിന്ന് നമ്മുടെ തിലോപ്പിയ വെച്ചിട്ട് ഒരു ഫിഷ് മസാല. നമുക്ക് തിലോപ്പിയൊക്കെ സാധാരണ ഇപ്പോൾ എല്ലാവരും ഈ കോവിഡ് ടൈമിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മീനൊക്കെ തിലോപ്പിയാണ് ഏറ്റവും കൂടുതൽ കുളം സ്വയമായിട്ട് ചെറിയ പോണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് പേര് വളർത്തിയായിട്ട് അറിയാം. ഞങ്ങളുമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളും ഇവിടെ കുളം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഉള്ള ഇത് വെച്ച് തന്നെ നമ്മൾ ഒരു ഫിഷ് മസാല നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഫിഷ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടൊക്കെ കട്ട് ചെയ്ത് വാലൊക്കെ ഒന്ന് നിർത്തി അതിന് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഭംഗി കാണാനായിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ എന്തരപ്പാണോ നമ്മൾ മീൻ വറക്കാൻ ഉപയോഗിക്കുന്നത്, നമ്മൾ അരപ്പൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ടെല്ലാം കഴുകി എല്ലാം ഇത് അരപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ എടുക്കുന്ന അരപ്പിൻ്റെ കണക്ക് ഞാൻ പിന്നെ പറയാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. പിന്നെ അതിന് വേണ്ട പൊടികൾ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയുണ്ട്, പെപ്പർ പൗഡറുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കടുക്, ഉപ്പ്, ഇഞ്ചി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യമായ വെണ്ണ. നമുക്ക് ആദ്യമേ ഈ ഫിഷ് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ടേസ്റ്റ്, കാരണം നാടൻ ഡിഷാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ്. നമുക്ക് ഇത് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ വറക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇത് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചാലും ഇച്ചിരി സ്വല്പം അധികം വന്നാലും ഇത് ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതേ തന്നെ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് വറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ ഫിഷ് മസാല ആയതുകൊണ്ട് നമുക്ക് ഡീപ്പായിട്ടൊന്നും വറക്കേണ്ട കാര്യമില്ല, കാരണം ഒരു ഷാലോ ഫ്രൈ മതിയാവും. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലതായിട്ട് മൂത്ത് അങ്ങനെയൊക്കെ അരപ്പൊക്കെ ഇട്ട് മൂക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ എടുത്തിരിക്കുന്ന അരപ്പ് സാധാരണ എല്ലാവർക്കും ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി അതൊക്കെ അരപ്പിന് വറക്കാനായിട്ട് എടുക്കും. പക്ഷേ എനിക്ക് ഈ ഇഞ്ചിയുടെ ഒന്നും ഒരുപാട് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇഞ്ചി, എന്നാലും ഒരുപാട് ഇഷ്ടമല്ല. ഭയങ്കര എനിക്ക് ഇഞ്ചി ഇങ്ങനെ ശരിക്കും അത് കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പേസ്റ്റായിട്ട് ഇപ്പോൾ അരപ്പിന് എടുക്കുന്നത് എല്ലാവരും പറയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഞാനിപ്പോൾ സാധാ പോലെ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി മാത്രം ഇട്ട് സ്വല്പം ഒരല്പം വിനീഗറും കൂടെ ഒഴിക്കും. അപ്പോൾ അങ്ങനെ വറുത്തെടുത്താണ്. അപ്പോൾ ഒരു സൈഡ് ഇതൊന്ന് മൂത്തോട്ടെ. നമ്മൾ അങ്ങനെ എടുക്കുന്ന സാധ്യത നമ്മൾ അല്ലാതെ നമ്മൾ വറക്കാൻ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞവണ്ണം ഉള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ചെടുത്താൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്കിനി ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, കാരണം കൂടുതലത് മൂക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഒരു ചെറിയ ഷാലോ ഫ്രൈ ആയാൽ മതി. ഡീപ്പായിട്ടുള്ള ഫ്രൈ ഇത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആവും. നല്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണമെന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നമുക്ക് അധികം ഈ അടുക്കി പിടിക്കാത്ത പാത്രത്തിലൊക്കെ ആണെങ്കിലാണ് അതിൻ്റെ ഭംഗി കിട്ടുന്നത്. അപ്പം ശരിക്കും ആ ഒരു സൈഡ് അപ്പം നമ്മുടെ ഈ രണ്ട് സൈഡ് ഇപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഈ എണ്ണ ഒരല്പം ഉണ്ട്, നമുക്കിനി ഒരു അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് ഈ സാധനങ്ങൾ ഇത്രയും ഈ ഉള്ളിയൊക്കെ ഒന്ന് വരണ്ട് വരാൻ ആവശ്യമായ എണ്ണ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ എണ്ണ വറുത്തപ്പോൾ ആ മീൻ്റെയൊക്കെ ഒരു അരപ്പ് ഒരു ഇച്ചിരി ഇതിനകത്ത് കിടപ്പുണ്ട്. അത് സാരമില്ല, അത് ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഇനി ആദ്യമേ കടുകിട്ട് പൊട്ടിക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ, കാരണം നമ്മളൊരു അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ എണ്ണയൊന്ന് ചൂടായി വരാനായിട്ട് ഇതിൻ്റെ മസാലയാണ് നമ്മളിപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫിഷ് വറുത്ത് വെച്ചു. നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരല്പ കടുക്, ഒരു ഫിഷിന് ആവശ്യമായ കടുക്.
കടുക് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി എണ്ണ ഇച്ചിരി എളുപ്പം മാറി നിൽക്കുക. നമുക്ക് ഇതിനാവശ്യമായ കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില ഇതിൽ എടുക്കുക. അത് വഴലുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു ടീസ്പൂൺ ഇഞ്ചി ഇതിലേക്കിട്ടു. തീയെല്ലാം കുറച്ചിട്ടുകൊണ്ട് ചെയ്താൽ മതിയാവേ. പിന്നെ ഏകദേശം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി. ഞാനിവിടെ ചുമന്നുള്ളി ചെറിയ പീസായിട്ട് ചെറുതായിട്ട് ഒരു ചെറിയ പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ആ വെള്ളമായ ഉള്ളത് കൊണ്ടാണിത് ചെയ്യുന്നത്. ആ ചുമന്നുള്ളി അതിലേക്ക് ഇടുക. ചുമന്നുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ചുമന്നുള്ളി അത്യാവശ്യം എടുത്താൽ നല്ലതായിരിക്കും. അത് നല്ലതായിരിക്കും. ഒരല്പം പച്ചമുളക് നമ്മൾ എരി വേണ്ടവർക്കാണ് കൂടുതൽ പച്ചമുളക് ചേർക്കുക. പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർത്താൽ നല്ല എരിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഓൾറെഡി ഇനി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ആ മീനിൻ്റെ അരപ്പൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കാരമുള്ള സവാളയൊക്കെ ഇടുമ്പോൾ നമ്മുടെ കണ്ണങ്ങ് എരിഞ്ഞ് മാറും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മസാല ഇടുമ്പോൾ അതിൻ്റെ ചെറിയ തുമ്മലിൻ്റെയൊക്കെ ഒരു ടെൻഡൻസി വരും. അപ്പം നമ്മൾ വഴറ്റുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവാള ഏകദേശം നല്ലൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ചേർത്ത് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ തക്കാളിയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. സാമാന്യം ഒരു വലിയ തക്കാളി. നമ്മൾ സാധാരണ കുടംപുളിയൊക്കെ ഇട്ടാണല്ലോ ഫിഷ് വെക്കുന്നത്. അപ്പം ഇപ്പോൾ അതിന് പകരം നമുക്കിതിന് പുളി കൊടുക്കുന്നത് ഈ തക്കാളിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇടേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നല്ല ഫ്രഷ് കറിവേപ്പിലയൊക്കെ നല്ല പച്ച കറിവേപ്പില വേണം. നല്ല ടേസ്റ്റായിട്ടുള്ളത് ഇത് വേണം. പിന്നെ ഇതെല്ലാം കൂടെ ഈ തക്കാളി എല്ലാം ചെറുതായിട്ട് അരിയുന്നത് മസാല ആയതുകൊണ്ട് ചെറിയ കുരൂരാന്ന് അരിയുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് വാടുന്നതിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ട്. നല്ല അതിൻ്റെ മസാല, ഈ ഫിഷ് മസാല എന്ന് പറയുമ്പോൾ അതിൻ്റെ മസാലയുടെ ടേസ്റ്റാണ് ഏറ്റവും കൂടുന്നത്. നമ്മളൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, അത് പറയാം. നമ്മൾ ഇനി ഇതിലേക്ക് ഈ സവാള വഴറ്റുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പ് ഇടേണ്ടതാണ്. കാരണം പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. ഉപ്പ് ആവശ്യത്തിനുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. അപ്പം നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി ആദ്യമേ ഇടുമ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരുമിച്ചിടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ആദ്യമേ തന്നെ ഇടണം. കാരണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി ഒരു പച്ച മണമുണ്ട്. അത് മാറിയെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കറി കഴിക്കുമ്പോഴും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി ഒരു പച്ച ചൊവ്വ നമ്മുടെ വായിൽ കിട്ടും. സവാളയൊക്കെ അതിൻ്റെ തൊട്ട് പുറകെ ചേർത്താൽ മതി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ട് വഴണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. തീ ഒന്ന് കുറച്ചുകൊണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ, കഴിഞ്ഞിട്ടൊരു ഹാഫിനകത്തുള്ള മഞ്ഞൾപ്പൊടി. അല്പം നല്ല എരിയുള്ള കുരുമുളക് പൊടിയൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. ഒരു കുരുമുളക് പൊടി അല്പം കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഉലുവാപ്പൊടി ഒന്നും വേണ്ട, ഒരു അല്പം ഇട്ട് കൊടുക്കാം. അതിന് ഉലുവയൊക്കെ മീൻ കറിക്കൊക്കെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. ഒരല്പം മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടാൽ മതിയാവും. ഇനി അല്പം പെരുംജീരകത്തിൻ്റെ പൊടി. പെരുംജീരകമൊക്കെ പൊടിച്ച് ഈ മീനിന് ചേർത്ത് ചിലരൊക്കെ അരപ്പിൻ്റെ കൂടെ ഇടുന്ന കാണാം പെരുംജീരകം. നമ്മളൊരു ഫിഷല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് കുറച്ച് ഇട്ടാൽ മതിയാവും. ഇനി നമ്മുടെ ലാസ്റ്റ് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്.
അപ്പോൾ അതുകൊണ്ട് വലിയ എരിയില്ലാതെ, കാരണം പച്ചമുളക് ഓൾറെഡി ചേർത്തു. ഇനി നമുക്കൊരു ഏകദേശം ഒരു ഈ മീൻ ആവശ്യമായൊരു 3 ടീസ്പൂൺ. നമുക്ക് പിന്നെ വേണമെന്ന് വഴണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം എത്ര വേണമെന്നുള്ളത്. തീ കുറച്ചിട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്ന് വഴണ്ട് വരണം. എണ്ണയ്ക്കകത്തൊന്ന് ചെറുതായിട്ട് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, എന്നാലും ഇതിനകത്തൊന്ന് കിടന്ന് മൂക്കണം. ഇച്ചിരൂടെ കളർ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇച്ചിരൂടെ കളർ കൊടുക്കുക. അതുകൊണ്ട് നമുക്കൊരു അല്പവും കൂടെ മുളക് പൊടി കൊടുക്കാം. കണ്ടോ? ഇപ്പം നമുക്ക് ആ പൊടി തീ കുറച്ചിട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ പൊടിയെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നോക്കുക, ഈ അരപ്പും ഈ ഇട്ട ഉള്ളി എല്ലാം കൂടെ ഒന്ന് പെരളാനായിട്ട് കറക്റ്റായിട്ട്. കറക്റ്റ് ഈ കാശ്മീരി ചില്ലി നല്ല കളർ കൊടുക്കുന്നതാണ്, കൊഴുപ്പും കൊടുക്കും കറിക്ക്, ഏതൊരു കറിക്കും. അതുകൊണ്ട് നല്ല ഈ അരപ്പം ഒന്ന് വഴണ്ട്. ഇനി നമ്മൾ ഈ മസാല എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി എൻ്റേതായിട്ടുള്ള രീതിയിൽ മസാല ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാധാരണ മീൻകറി ചെയ്യുന്ന ഗ്രേവി ഉണ്ടെങ്കിൽ അത് നിർബന്ധമില്ല, പക്ഷെ ഒരു മീൻകറിയുടെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട്. പക്ഷേ ഇത് ഓവറായിട്ട് ഇടരുത്, കാരണം കൂടുതലിട്ടാൽ കുഴപ്പം നമ്മുടെ അസൽ മീൻകറിയുടെ ടേസ്റ്റ് ഇതിൽ വരും. അപ്പോൾ അങ്ങനെയും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഫിഷിനാണെങ്കിൽ ആ ഒരു മീൻകറിയുടെ ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് നമുക്കൊരു 2 സ്പൂൺ ഫിഷ് ഗ്രേവി. ഇത് ഞാൻ തന്നെ നമ്മളിവിടെ ചെയ്യുന്ന ഒരു രീതിയാണ്. ഫിഷ് മസാല ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ്, കാരണം അത് ഓൾറെഡി ഫിഷൊക്കെ നല്ലതായിട്ട് അതിനകത്തിരുന്ന് നല്ലതായിട്ട് തിളച്ച ഫിഷൊക്കെ അതിനകത്ത് കിടന്ന് തിളച്ച ആ ഗ്രേവിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ടേസ്റ്റ് കൊടുക്കും. ഇനിയും ഇതിപ്പോൾ ഇത് നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ആയിട്ട് അതിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് കൂടുതൽ ഇത് വേണ്ട. ഫിഷ് മസാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഉപ്പും എല്ലാം കറക്റ്റായിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതെ, നമ്മൾ ഇതിനകത്തോട്ട് ശരിക്കും നമ്മൾ എടുക്കുന്ന ബൗളിനകത്തോട്ട് ഫിഷ് വെച്ചിട്ട് ഈ ഗ്രേവി അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഫിഷുമായിട്ട് ഈ ഗ്രേവി ഒന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തീയിലിട്ടുകൊണ്ട് ആ ഗ്രേവി അതിൻ്റെ മുകളിലോട്ടൊന്ന് പൊത്തി കൊടുക്കുക. കണ്ടോ ഒന്ന് പൊത്തി അത് കൊടുത്താലെങ്കിലേ അതിൻ്റെ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇപ്പോൾ അതിനകത്ത് കിടന്നൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് വെന്ത് കണ്ടോ ആ ഫിഷിനകത്ത് ഈ ഗ്രേവി ഒന്ന് പിടിക്കണം. ഇത് നമുക്കിങ്ങനെ ഫിഷ് മസാല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു തിലോപ്പി ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തോണ്ട് അങ്ങനെയില്ല, ചെറിയ നെമ്മീൻ പീസ് ഇട്ട് ചെയ്യാം. അയില അതൊക്കെ ഫിഷ് മസാലയ്ക്ക് കൊള്ളാമെന്ന് അറിയത്തില്ല. വലിയ തുണ്ടൻ മീനൊക്കെ നല്ലതാണ്, നെമ്മീൻ ഉള്ള ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഫിഷ് കരിമീനൊക്കെ നമ്മൾ ഫിഷ് മസാല ചെയ്താൽ ഭയങ്കര ടേസ്റ്റിയാണത്. കണ്ടോ ആ ഗ്രേവി എല്ലാം കൂടെ ഇതിനകത്ത് ഇപ്പോൾ പിടിച്ചു കഴിയും. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ ഇനി ഇത് നിങ്ങൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ചെയ്ത് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ചാൽ, നമുക്കിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരം മാത്രം അതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റിയാൽ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം ആ ഫിഷ് ഈ ഗ്രേവി എല്ലാം ഇന്ന് പിടിക്കും. നമ്മൾ ആ ഫിഷിൻ്റെ ഗ്രേവി ഇട്ടത് തന്നെ ഇതിൻ്റെ ആ ടേസ്റ്റ്, ആ ഫിഷിൻ്റെയൊക്കെ ടേസ്റ്റ് അതിനകത്ത് ഉള്ളത് കൊണ്ട് അതൊന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ ഈ ഫിഷ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാനാണെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് നമ്മുടെ ആവശ്യമായ പൊടികൾ ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കുരുമുളക് പൊടിയും ഉലുവായും പെരുംജീരകവും ചേരണം. അതാണ് അതിൻ്റെ 3. നമ്മൾ സാധാരണ ഫിഷ് ചെയ്യുമ്പോൾ ഇതെല്ലാം അതിൻ്റെ ടേസ്റ്റാണ്. പിന്നെ കടുക്, നമ്മൾ ഏത് എണ്ണയിൽ മീൻ വറുത്തെടുക്കുന്നോ അതേ എണ്ണയിൽ തന്നെ നമ്മൾ കടുകെല്ലാം പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി വളരെ മസ്റ്റാണ്, അത് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും. പിന്നെ നല്ല പച്ച കറിവേപ്പില ഇതെല്ലാം ഇട്ട് നമ്മൾ പൊടികളിട്ട് വഴറ്റി, നമ്മൾ തക്കാളി ചേർക്കണം, കുടംപുളി ചേർക്കുന്നില്ല. അപ്പോൾ കുടംപുളി ഇട്ട ഗ്രേവിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു ടേസ്റ്റ് അത് കൊടുക്കും. ഇതൊന്നും നിർബന്ധമില്ല, ഇത് അങ്ങനെ ചേരുമെന്ന് എനിക്കറിയത്തില്ല, എത്ര പേര് അത് ചേർക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ അത് കൂടുതലാകാനും പാടില്ല, കൂടുതലായ എൻ്റെ ടേസ്റ്റ് വേറൊരു നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയും വേണ്ട, ഫിഷ് മസാലയ്ക്ക് ഫിഷ് മസാല. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഗ്രേവി ഇങ്ങനെ തന്നെ എടുത്ത് വാഴയിലയിൽ ഇങ്ങനെ കൊടുത്ത് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് വാഴയില കൊടുത്താൽ ശരിക്കും അത് പൊതിഞ്ഞ് വെച്ചാൽ നല്ലൊരു
ഫിഷ് പൊള്ളിച്ചതും കൂടെ ആവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റി അത് ഗാർണിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു പ്ലേറ്റ് എടുത്ത് കണ്ടോ, ഇത് ആ ഗ്രേവി അതിൻ്റെ ചുറ്റിനും ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് കൊടുക്കും. ഉപ്പൊക്കെ അതിന് മുമ്പ് തന്നെ ഇത് ചെയ്തോണം. നമ്മൾ ആ ഗ്രേവിക്കൊക്കെ ഉപ്പുള്ളതുകൊണ്ട് കൂടുതൽ ഉപ്പും ആകാൻ പാടില്ല. അതിൻ്റെ ആ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മസാല 2 സൈഡിലോട്ട് കിട്ടത്തക്ക രീതിയിൽ ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം കറിവേപ്പില ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ടേബിളിലൊക്കെ സെർവ് ചെയ്യുന്നതിന് മുമ്പേ കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുന്ന സ്ഥലത്ത് ഒരല്പം ഞാൻ കുരുമുളക് പൊടി അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് കിട്ടത്തക്ക രീതിയിൽ ഒരല്പം കുരുമുളക് പൊടി തൂക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ടേസ്റ്റ് ചെയ്ത് മസാല ടേസ്റ്റ് ചെയ്യുമ്പം ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട്, ഒത്തിരി വേണ്ട, കൂടുതൽ ഒരല്പമായിട്ട്. അപ്പം നമ്മുടെ രുചികരമായ ഫിഷ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മളിത് ടേബിളിലൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ചെറിയ പീസൊക്കെ ആയിട്ടാണെങ്കിലും കൊടുക്കാനാവും. നോക്കാം. ഓക്കെ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഗസ്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പീസസ് ആക്കിയെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല നമുക്ക് ഒരാൾക്കൊക്കെ ആണെങ്കിൽ മസാല കൂടുതലുണ്ടാക്കിയിട്ട് ഓരോ ഫിഷ് ഫ്രൈ ഇതിലേക്കിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യും.